ഹായ് ചങ്ങായിമാരെ, ഞാൻ വീണ്ടും വന്നിട്ടോ. അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ല. അപ്പോൾ എൻ്റെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം കേട്ടോ. അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ളത് ഞങ്ങൾ പൊന്നാണി ഉണ്ടാക്കുന്ന ഒരു പലഹാരത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടത് അരിപ്പൊടിയാണ് കേട്ടോ. അപ്പോൾ അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് നെയ്യിൽ നമുക്ക് ഒരു 5 ചെറിയുള്ളി ചെറുതാക്കി കട്ട് ചെയ്തിട്ടൊന്ന് നമുക്ക് വറുത്തെടുക്കാം. പിന്നെ നമ്മൾ സാധാരണ പൊടി വാട്ടുന്നത് പോലെ ഒന്ന് വാട്ടിയെടുക്കാം കേട്ടോ. സാധാരണ നമ്മൾ എങ്ങനെയാണ് പത്തിരിക്ക് പൊടി വാട്ടുന്നത് അതുപോലെ ഒന്ന് വാട്ടിയെടുക്കുക. അപ്പോൾ പൊടിയൊക്കെ വാട്ടിയെടുത്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി അതിലേക്ക് കുറച്ച് കരിഞ്ചീരകം കഴുകിയിട്ട് ചേർത്ത് കൊടുക്കണം കേട്ടോ. എന്നിട്ടൊന്ന് നല്ലോണം നമുക്ക് മിക്സ് ആക്കിയിട്ട് എടുക്കാം. അപ്പോൾ കരിഞ്ചീരകമൊക്കെ പൊടിയിൽ നല്ലോണം മിക്സാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾക്കതൊന്ന് കുഴച്ചെടുക്കാം കേട്ടോ. കുഴച്ചെടുക്കുമ്പോൾ വെള്ളത്തിന് പകരം ഒരു കോഴിമുട്ടയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഒരു കോഴിമുട്ട കൊണ്ടാണ് കേട്ടോ അത് കുഴച്ചെടുക്കേണ്ടത്. വെള്ളം ചേർക്കരുത്. കോഴിമുട്ട കൊണ്ട് നല്ലോണം കുഴച്ചെടുക്കണം. ഏകദേശം ഒരു അരമണിക്കൂറോളം ഞാൻ കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല സോഫ്റ്റ് ആയിരിക്കണം, നല്ലോണം കുഴച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഒരു അരമണിക്കൂറോളം ഞാൻ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ചെറിയ കുഞ്ഞിപ്പത്തിരി ആക്കിയിട്ട് എടുക്കണം. ഇതുപോലെ ഇതേ ഒരു വലുപ്പത്തിൽ മതി കേട്ടോ. അങ്ങനെ മൊത്തത്തിൽ ചെറിയ കുഞ്ഞിപ്പത്തിരി ആക്കി എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഏകദേശം ഇതേപോലെ ആയിരിക്കണം. ചെറിയ ചെറിയ കുഞ്ഞിപ്പത്തിരി ആക്കിയിട്ട് എടുത്തേക്കണം. ഇനി നമ്മൾ വേണ്ടത് ഒരു പാൻ അടുപ്പത്ത് വെച്ച് കൊടുക്കാം കേട്ടോ. അതിന് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് വെളിച്ചെണ്ണ നല്ല ചൂടായതിന് ശേഷം മാത്രമേ ഇത് ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ കേട്ടോ. വെളിച്ചെണ്ണ ഒക്കെ നല്ല ചൂടായിട്ടുണ്ട് കേട്ടോ. ഇനി അതിലേക്ക് നമ്മൾ ആ കുഞ്ഞിപ്പത്തിരി ഇട്ട് കൊടുക്കാം. ഇതുപോലെ ഇട്ട് കൊടുക്കണം കേട്ടോ. ഇട്ട പാടന്നെ നമ്മൾ കയ്യിലുകൊണ്ട് ഇളക്കരുത് കേട്ടോ, അല്ലേ വെച്ചാൽ അത് പൊട്ടിപ്പോകും. ഒന്ന് ചൂടായതിന് ശേഷം നമ്മൾക്ക് മിക്സാക്കി കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് മിക്സാക്കി കൊടുക്കാം കേട്ടോ. അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഏകദേശം ഇതേ ഒരു മൊരിവിലാണ് ഞാൻ കോരിയെടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഏകദേശം ഇതേ ഒരു മൊരിവിൽ കോരിയെടുത്തിട്ട് ഒരു അരിപ്പ പാത്രത്തിലേക്ക് മാറ്റി വെക്കുന്നുണ്ട്. ഇങ്ങനെ ബാക്കിയുള്ളതൊക്കെ നമ്മൾക്ക് പൊരിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ അരിപ്പൊടി കൊണ്ടുള്ള റെസിപ്പി റെഡി ആയിട്ടുണ്ട് കേട്ടോ. എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഇതിനെ ഞങ്ങളുടെ നാട്ടിൽ ചുക്കപ്പം എന്നാണ് പറയുന്നത്. നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുന്നത് എനിക്കറിയില്ല, ഒന്ന് കമൻറ്റ് ചെയ്യണേ കേട്ടോ. അപ്പോൾ ഇത് ചൂട് പോയതിന് ശേഷം നമുക്കൊരു ഭരണിയിലാക്കി വെക്കാം. ഏകദേശം ഒരു മാസത്തോളം കുറേ ദിവസമൊക്കെ ഇരിക്കും കേട്ടോ ഇത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന റെസിപ്പിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ.